ചാപ്റ്ററാണ് കാൽക്കുലസ് ഓഫ് മൾട്ടി വേരിയബിൾ ഫങ്ഷൻസ്. നമ്മൾ മൊഡ്യൂൾ 1 തന്നെ ചാപ്റ്റർ 2 ആണ്. ഇതിൽ ആദ്യം വരുന്നത് ഫങ്ഷൻസ് ഓഫ് സെവറൽ വേരിയബിൾസ് ആണ്. അതായത് ഫങ്ഷൻസ് ഓഫ് 2 വേരിയബിൾസ്, അത് കഴിഞ്ഞിട്ട് ഫങ്ഷൻസ് ഓഫ് 3 വേരിയബിൾസ്. ഫസ്റ്റ് ഫങ്ഷൻസ് ഓഫ് 2 വേരിയബിൾസ് നോക്കാം. ഫങ്ഷൻസ് ഓഫ് 2 വേരിയബിൾ. ഫങ്ഷൻസ് ഓഫ് 2 വേരിയബിൾ എന്ന് പറഞ്ഞാൽ നമ്മൾ z is equal to f of xy ഈ ഫോമിൽ എഴുതുന്നതിനെ നമ്മൾ ഫങ്ഷൻസ് ഓഫ് 2 വേരിയബിൾ എന്ന് വിളിക്കാം. ഇവിടെ ഫങ്ഷൻ ഓഫ് xy z ആണ് നമുക്ക് ആൻസർ കിട്ടുന്നത് അല്ലേ. അതായത് xy എന്നുള്ള ഈ ഓർഡേർഡ് പെയർ ആണ് ഈ ഫങ്ഷൻ്റെ എന്ത് ഡൊമൈൻ. ആൻഡ് z എന്നുള്ള നമുക്ക് കിട്ടുന്ന നമ്മൾ കൊടുക്കുന്ന ഓർഡേർഡ് പെയർ ആണ് ഇത് അല്ലേ. അതായത് ഇത് നമ്മൾ കൊടുക്കുന്നതാണ്, ഇൻപുട്ടാണ്, അതാണ് നമ്മളുടെ ഡൊമൈൻ. ആൻഡ് z ആണ് നമുക്കപ്പോൾ കിട്ടുക. അപ്പോൾ അതെന്തായിരിക്കും റേഞ്ച്. നമ്മളൊരു ഫങ്ഷൻ്റെ എന്താണോ ആ ഫങ്ഷന് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് അതാണ് അതിൻ്റെ ഡൊമൈൻ വരിക അല്ലേ. നമുക്ക് അതിൽ നിന്ന് എന്താണ് ആൻസർ കിട്ടുന്നത് അതാണ് അതിൻ്റെ റേഞ്ച്. അപ്പോൾ ഇവിടെ xy എന്നുള്ള ഈ വേരിയബിളിനെ നമ്മൾ പറയുന്നതാണ് ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ. ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ ആൻഡ് z ഈസ് ഡിപെൻഡൻറ്റ് വേരിയബിൾ. ഇവിടെ ഈ ഫംഗ്ഷനെ എക്സും വൈയും നമ്മൾ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴാണ് സെറ്റിന് ഒരു ആൻസർ കിട്ടുക. അതായത് എക്സിനെയും വൈനെയും ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ് സെറ്റ് എന്നുള്ള നമ്പർ നമുക്ക് കിട്ടുക അല്ലേ. അപ്പോൾ എക്സും വൈയും എന്താണ് ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ ആണ്, ആരെയും ഡിപ്പെൻഡ് ചെയ്യുന്നില്ല, നമ്മൾ കൊടുക്കുന്ന വാല്യൂ ആണ് വരിക. പക്ഷെ സെറ്റ് നമുക്ക് കിട്ടുന്ന റേഞ്ച് അതായത് ഔട്ട്പുട്ട് എപ്പോഴും എക്സിനെയും വൈനെയും ഡിപ്പെൻഡ് ചെയ്യും. അപ്പോൾ നമ്മളുടെ ഫങ്ഷൻസ് ഓഫ് 2 വേരിയബിൾ z is equal to f of xy എന്നുള്ള ഈ ഒരു ഫോമിലായിരിക്കും ഉണ്ടാവുക. ഇതിൽ എക്സും വൈയും എന്താണ് ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ ആണ് ആൻഡ് z ഈസ് ഡിപെൻഡൻറ്റ് വേരിയബിൾ. എക്സ് വൈ എന്നുള്ള ഈ ഓർഡേർഡ് പെയറിൽ നമ്മൾ എടുക്കുന്ന വാല്യൂസ് ആണ് അതിൻ്റെ ഡൊമൈൻ എന്ന് പറയുന്നത്. ഇതെപ്പോഴും എവിടെ വരിക എക്സ് വൈ പ്ലെയിനിൽ അല്ലേ. അതായത് z പ്ലെയിനിലാണ് എക്സ് വൈ ഓർഡേർഡ് പെയർ എക്സ് വൈ എന്നുള്ള ഡൊമൈൻ വരിക. അതുപോലെ റേഞ്ച് എന്താണ്, റേഞ്ച് നമുക്ക് കിട്ടുന്ന വാല്യൂ. ഇനി നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. എഫ് ഓഫ് എക്സ് വൈ ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ. നോക്ക്, എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ, എഫ് ഓഫ് എക്സ് വൈ എന്താണുള്ളത് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ. അതായത് z is equal to എഫ് ഓഫ് എക്സ് വൈ ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ആണ് അല്ലേ. അപ്പോൾ ഇവിടെ എക്സും വൈയിനും നമ്മൾ ഏതൊക്കെ വാല്യൂസ് ആണോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തത് അതിനനുസരിച്ചിട്ടാണ് നമുക്ക് എന്ത് കിട്ടുക z കിട്ടുക അല്ലേ. അപ്പോൾ ഇവിടെ നോക്കും ഡൊമൈൻ എന്താ വരിക, ഡൊമൈൻ എന്ന് പറയുന്നത് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ആണ്. എക്സും വൈയും ഓർഡേർഡ് പെയർ ആവുന്നത് കൊണ്ട് തന്നെ z പ്ലെയിൻ അതായത് നമ്മളുടെ കോംപ്ലക്സ് പ്ലെയിൻ അല്ലേ, അതായത് എക്സ് വൈ പ്ലെയിൻ, എക്സ് വൈ പ്ലെയിനിൽ വരുന്ന പോയിന്റ് ആണ് എന്ത് എക്സും വൈയും. അപ്പോൾ എന്തായാലും എക്സിനും വൈയിനും നമ്മൾ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ആണ്. അപ്പോൾ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ എന്ന് പറയുമ്പോൾ എക്സിന് ഏത് വാല്യൂ അതുപോലെ വൈന് ഏത് വാല്യൂ എടുത്താലും അതിന് നമ്മൾ സ്ക്വയർ ചെയ്യാണ് എന്നിട്ട് ആഡ് ചെയ്യാണ് അല്ലേ. അപ്പോൾ നമുക്ക് എന്തായാലും ഇതെന്തായിരിക്കും ഓൾവേസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആയിരിക്കും. അപ്പോൾ നമുക്ക് നമ്മൾ കൊടുക്കുന്ന വാല്യൂസ് ഏതാണ്, എല്ലാ വാല്യൂസും നമ്മൾ കൊടുക്കുന്നുണ്ട് അല്ലേ. എക്സിന് 1 കൊടുക്കാം, എക്സിന് -1 കൊടുക്കാം, അതുപോലെ എക്സിന് നെഗറ്റീവ് വാല്യൂസും പോസിറ്റീവ് വാല്യൂസും 0 കൊടുക്കാം. അതുപോലെ തന്നെ വൈനും പോസിറ്റീവ് വാല്യൂ നെഗറ്റീവ് വാല്യൂ ഒന്നും കുഴപ്പമില്ല. അപ്പം നമുക്ക് ഡൊമൈൻ എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ എക്സ് വൈ ഓർഡേർഡ് പെയർ എക്സ് വൈക്ക് കൊടുക്കുന്ന വാല്യൂസ് ആണ്. അപ്പോൾ ഏതൊക്കെ വാല്യൂസ് നമുക്ക് കൊടുക്കാം, ഈ എക്സ് വൈ പ്ലെയിനിലുള്ള എല്ലാ വാല്യൂസും കൊടുക്കാം അല്ലേ. അതായത് കംപ്ലീറ്റ് എക്സ് വൈ പ്ലെയിൻ
എക്സ് വൈ പ്ലെയിനിലെ ഇത് ഫസ്റ്റ് ക്വാഡ്രൻ്റ് ആണ്, ഇത് സെക്കൻഡ്, തേർഡ്, ഫോർത്ത്. ഇതിലെ ഏത് നമ്പർ വേണമെങ്കിലും നമുക്ക് കൊടുക്കാം, ചൂസ് ചെയ്യാം. എക്സിനും വൈനും പോസിറ്റീവ് വാല്യൂ ചൂസ് ചെയ്യാം, എക്സിനും വൈക്കും നെഗറ്റീവ് ആയാലും ഒന്ന് നെഗറ്റീവ് പോസിറ്റീവ് അങ്ങനെ എന്ത് കൊടുത്താലും കുഴപ്പമില്ല, നമുക്ക് ഏത് വാല്യൂ ആണെങ്കിലും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ ഡൊമൈൻ എന്താ വരിക? എൻറ്റയർ എക്സ് വൈ പ്ലെയിൻ. ഡൊമൈൻ എൻറ്റയർ എക്സ് വൈ പ്ലെയിൻ ആണ്. അതുപോലെ റേഞ്ച് എന്താ വരിക? റേഞ്ച് എന്ന് പറഞ്ഞാൽ നമ്മൾ ഡൊമൈനിന് എന്ത് വാല്യൂ ആണോ കൊടുത്തത് അപ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ ആണ് അല്ലേ. എന്ത് വാല്യൂ കൊടുത്താലും, അതായത് പോസിറ്റീവ് ആവട്ടെ നെഗറ്റീവ് ആവട്ടെ, എന്ത് കൊടുത്തു കഴിഞ്ഞാലും നമ്മൾ ഇത് ചെയ്ത് കഴിഞ്ഞാൽ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ എന്ന് ചെയ്ത് കഴിഞ്ഞാൽ ഓൾവേസ് എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. അപ്പോൾ റേഞ്ച് എന്താ വരിക? എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഓൾവേസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. അപ്പോൾ റേഞ്ച് എന്ന് പറയുന്നത് എന്താണ്? ഓൾ നോൺ നെഗറ്റീവ് റിയൽ നമ്പേഴ്സ് അല്ലേ. നോൺ നെഗറ്റീവ് ആയിട്ടുള്ള എല്ലാ റിയൽ നമ്പേഴ്സും ആണ് റേഞ്ച് വരിക. സീറോൻ്റെ ഇപ്പറല്ല, അതായത് സീറോൻ്റെ മുകളിലായിട്ട് ഓൾവേസ് എന്താണ്? പോസിറ്റീവ് വരും. ഒന്നെങ്കിൽ 0 ആവാം, എക്സിനും വൈക്കും 0 കൊടുത്താൽ 0 ആവാം. അല്ലാത്ത കേസിലൊക്കെ നെഗറ്റീവോ പോസിറ്റീവോ ഏത് കൊടുത്തു കഴിഞ്ഞാലും എക്സ് സ്ക്വയർ ചെയ്യുമ്പോൾ എന്തായി പോകും? പോസിറ്റീവ് ആവും അല്ല. ഇപ്പം നമ്മൾ സപ്പോസ് എക്സിന് 1ഉം വൈ -1 കൊടുക്കുക, അങ്ങനെയാണെങ്കിൽ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ എന്ത് വരും? 1 സ്ക്വയർ പ്ലസ് -1 ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു 1 സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 2 എന്ന് വരും. 2 ഈസ് ഗ്രേറ്റർ ദാൻ 0. അപ്പോൾ നമുക്ക് ഏത് വാല്യൂ എക്സിനും വൈനും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താലും ആൻസർ എന്താ വരുന്നത്? പോസിറ്റീവ് റിയൽ നമ്പർ. പോസിറ്റീവ് റിയൽ നമ്പർ. അപ്പോൾ നമുക്ക് റേഞ്ച് എന്താ വരുന്നത്? റേഞ്ച് ഈസ് ദ സെറ്റ് ഓഫ് ഓൾ നോൺ നെഗറ്റീവ് റിയൽ നമ്പർ. പോസിറ്റീവ് റിയൽ നമ്പറിന് നമ്മൾ എന്താ പറയുക? നോൺ നെഗറ്റീവ് അല്ലെങ്കിൽ നോൺ നെഗറ്റീവ് എന്ന് പറയാം. അപ്പോൾ റേഞ്ച് ഈസ് ദ സെറ്റ് ഓഫ് ഓൾ പോസിറ്റീവ് സെറ്റ് ഓഫ് ഓൾ non-negative real number. അപ്പോൾ ഇതാണ് ഫങ്ഷൻസ് ഓഫ് 2 വേരിയബിൾ. ഇനി ഇതിൽ തന്നെ ലെവൽ കർവ് വരുന്നുണ്ട്, അതെന്താന്ന് നോക്കാം. ലെവൽ കർവ്സ് എന്താന്ന് നോക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞു z is equal to f of x y എന്നുള്ളതാണ് നമ്മളുടെ എന്ത്? ഫംഗ്ഷൻ ഓഫ് 2 വേരിയബിൾ അല്ലേ. അതിൻ്റെ ഗ്രാഫ് നമുക്ക് എങ്ങനെയായിരിക്കും? 3 ഡയമെൻഷനിലാണ് വരിക അല്ലേ. കാരണം എന്ത്? നമ്മളിവിടെ എക്സ് വൈ എന്നുള്ള ഓർഡർ പെയർ ആക്കിയിട്ട് എടുത്താലും z is equal to f of x y എന്നുള്ള ഫോമിൽ നമുക്ക് കിട്ടിയാൽ അവിടെ എന്തായിരിക്കും? സർഫേസ് ഇൻ 3 സ്പേസിലായിരിക്കും. 3 സ്പേസിലുള്ള ഒരു സർഫേസ് ആയിരിക്കും നമുക്ക് എന്ത് കിട്ടുക? ഈ z is equal to f of x y, അതായത് ഫങ്ഷൻസ് ഓഫ് മൾട്ടി വേരിയബിൾ, ഫങ്ഷൻസ് ഓഫ് 2 വേരിയബിളിൻ്റെ ഗ്രാഫ് വരിക ഒരു സർഫേസ് ആയിരിക്കും 3 സ്പേസിലുള്ള. ഇനി z is equal to f of x y എന്നുള്ള ഫംഗ്ഷന് നമുക്ക് ഒരു കർവ് ഡിഫൈൻ ചെയ്യുകയാണ്. f of x y equal to c. z is equal to f of x y എന്നുള്ള ഈ ഫംഗ്ഷൻ ഓഫ് 2 വേരിയബിളിൽ f of x y നമുക്ക് തന്നിട്ടുള്ള ഈ ഒരു f of x y ഈക്വൽ ടു c. ഈ c എന്നുള്ളത് ഏത് വാല്യൂ ആവാം നമുക്ക് ചൂസ് ചെയ്യാം. അപ്പോൾ അതിനെയാണ് നമ്മൾ ഈ ഒരു f എന്നുള്ള ഫംഗ്ഷൻ്റെ ലെവൽ കർവ് എന്ന് വിളിക്കുന്നത്. z is equal to f of x y എന്നുള്ള ഫംഗ്ഷൻ്റെ ലെവൽ കർവ് എന്ന് പറഞ്ഞാൽ f of x y equal to c, സം c ഏതെങ്കിലും ആയിക്കോട്ടെ, അതിന് സ്യൂട്ട് ചെയ്തിട്ടുള്ള c ആണ് നമ്മൾ സെലക്ട് ചെയ്യുക. അപ്പോൾ ഇനി അത് നമുക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ മനസ്സിലാവും. അപ്പോൾ അതൊരു പ്രോബ്ലത്തിലൂടെ തന്നെ ഡിഫൈൻ ചെയ്യുക ഇനി എങ്ങനെയാണെന്നുള്ളത്. z is equal to f of x y എന്നുള്ളത് ഒരു ഫംഗ്ഷൻ ഓഫ് 2 വേരിയബിൾ ആണെങ്കിൽ നമുക്ക് f of x y equal to c അതെന്തായിരിക്കും? അതിൻ്റെ ലെവൽ കർവ് ആയിരിക്കും. എഫിൻ്റെ ലെവൽ കർവ് ആയിരിക്കും. അപ്പോൾ അത് നമുക്ക് നോക്കാം. ഒരു എക്സാമ്പിൾ നോക്കാം. Suppose z is equal to f of x y equal to 100 minus x square minus y square. ഇതാണ് നമുക്ക് തന്നിട്ടുള്ള ഫംഗ്ഷൻ. z is equal to f of x y is equal to 100 minus x square minus y square. അങ്ങനെയാണെങ്കിൽ ഇവിടെ നമുക്ക് എന്താ എഴുതാം? f of x y equal to 100 minus x square minus y square ആണ് അല്ലേ.
ഇവിടെ ഡൊമൈൻ എന്താ വരിക? ഡൊമൈൻ എന്ന് പറഞ്ഞാൽ നമുക്ക് കൊടുക്കാവുന്ന വാല്യൂസ്. ഏതൊക്കെ വാല്യൂസ് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം? ഏതൊക്കെ വാല്യൂസ് നമുക്ക് കൊടുക്കാം? എൻറ്റയർ പ്ലെയിനിലുള്ള എല്ലാ വാല്യൂസും കൊടുക്കാം അല്ലേ? നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ എക്സ് വൈ എന്നുള്ള ഏത് വാല്യൂസ് വേണമെങ്കിലും നമുക്ക് കൊടുക്കാം. അപ്പോൾ ദ ഡൊമൈൻ ഈസ് ദ എൻറ്റയർ എക്സ് വൈ പ്ലെയിൻ. അങ്ങനെയാണെങ്കിൽ റേഞ്ച് എന്താ വരിക? റേഞ്ച് എന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന വാല്യൂസിന് നമുക്ക് ആൻസർ എന്താണോ കിട്ടുന്നത് അല്ലേ? അപ്പോൾ നമ്മളിവിടെ ടോട്ടൽ എൻറ്റയർ എക്സ് വൈ പ്ലെയിൻ ആണ് കൊടുക്കുന്നത്. നമ്മളിവിടെ സപ്പോസ് 100 എക്സ് ഇസ് ഈക്വൽ ടു 1 ആൻഡ് വൈ ഇസ് ഈക്വൽ ടു 2 അല്ലെങ്കിൽ -2 എന്ന് കൊടുത്തു. അങ്ങനെയാണെങ്കിൽ ഇതെന്ത് വരും? 100 മൈനസ് 1 സ്ക്വയർ മൈനസ് -2 ഹോൾ സ്ക്വയർ. അതായത് 100 മൈനസ് 1 മൈനസ് ഇവിടെ 2 സ്ക്വയർ എന്ന് പറയുമ്പോൾ 4 എന്ന് വരും. അതായത് 100 മൈനസ് 5 ഈക്വൽ ടു 95. 95 എന്താണ്? ലെസ് ദാൻ 100. അപ്പോൾ നമുക്ക് കിട്ടുന്ന, ഇനി നമ്മൾ ഏത് വാല്യൂ എടുത്ത് നോക്കിയാലും എക്സിന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള വാല്യൂ കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ എക്സിന് 1ഉം -2, അതായത് എക്സ് ആക്സിസ് പോസിറ്റീവും വൈ നെഗറ്റീവ് എടുത്തു. ഇനി നേരെ തിരിച്ച് നോക്കാം. ഏത് വാല്യൂ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താലും നമുക്ക് ആൻസർ വരിക എന്തായാലും 100ന്റെ താഴെ ആയിരിക്കും. 100ന്റെ താഴെ ആയിരിക്കും ആൻസർ കിട്ടുക. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? റേഞ്ച് എന്ന് പറഞ്ഞാൽ ഈസ് ദ സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 100. ഒന്നെങ്കിൽ 100നോട് ഈക്വൽ ആവാം, അല്ലെങ്കിൽ അതിൻ്റെ താഴെ വരെ. അപ്പോൾ നമ്മൾ റേഞ്ച് എന്ന് പറഞ്ഞാൽ ഈസ് ദ സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 100. അപ്പോൾ ഡൊമൈനും റേഞ്ചും ക്ലിയർ ആയില്ലേ? ഡൊമൈൻ എന്ന് പറഞ്ഞാൽ നമുക്ക് കൊടുക്കാവുന്ന വാല്യൂസ്. നമുക്ക് എക്സ് വൈ പ്ലെയിനിൽ ഏത് വാല്യൂ വേണമെങ്കിലും ഇതിന് കൊടുക്കാം, ഈ ഫംഗ്ഷന് കൊടുക്കാം. റേഞ്ച് എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടേണ്ടത് അല്ലേ? കിട്ടേണ്ടത് എന്താണ്? ഇവിടെ 100 മൈനസ് എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഇതിൽ തന്നെ നമുക്ക് മനസ്സിലാവും 100ൽ നിന്നും ഈ വാല്യൂ നമ്മൾ കുറക്കുകയാണില്ല. അതായത് ഇതിനെങ്ങനെ എഴുതിക്കൂടെ? 100 മൈനസ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ എന്ന് എഴുതാം. അപ്പോൾ നമുക്ക് ഇതിൽ തന്നെ ക്ലിയർ ആണ്. ഏത് വാല്യൂ എടുത്തു കഴിഞ്ഞാലും എന്തായിരിക്കും? 100നേക്കാളും താഴെ ആയിരിക്കും. അല്ലെങ്കിൽ 100നോട് എക്സും വൈയും 0 ആണെന്നുണ്ടെങ്കിൽ എന്താവും? 100നോട് ഈക്വൽ ആയിട്ടും വരും. അപ്പോൾ റേഞ്ച് എന്ന് പറഞ്ഞാൽ ഈസ് ദ സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 100. ഇനി നമുക്ക് ലെവൽ കർവ് എന്താണെന്ന് നോക്കാം. ഇവിടെ ഞാൻ ഇത് നോക്കൂ. എഫ് ഓഫ് എക്സ് വൈ ഇസ് ഈക്വൽ ടു 100 മൈനസ് എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ എന്നാണ്. അതായത് സെഡ് ഇസ് ഈക്വൽ ടു 100 മൈനസ് എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ. ഇതിൽ ഞാൻ 100നെ ഇങ്ങോട്ട് കൊണ്ടുവരാം. അപ്പോൾ എന്ത് വരും? -100 ഇസ് ഈക്വൽ ടു മൈനസ് സെഡ് മൈനസ് എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ എന്ന് വരും. അതായത് എന്ത് വരും? എക്സ് സ്ക്വയർ ഫുള്ള് നെഗറ്റീവ് മാറ്റി കഴിഞ്ഞാൽ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് സെഡ് ഇസ് ഈക്വൽ ടു 100. ഇതെന്തിൻ്റെ ഇക്വേഷനാണ്? ഇതൊരു പരാബോളോയിഡ് ആണ്. നമ്മൾ ഇക്വേഷൻസ് ഒക്കെ പഠിച്ചതാണ്. പരാബോളോയിഡ്, ഹൈപ്പർബോളോയിഡിൻ്റെ ഇക്വേഷൻസ് ഒക്കെ ഓൾറെഡി പഠിച്ച കാര്യങ്ങളാണ്. അപ്പോൾ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് സെഡ് ഇസ് ഈക്വൽ ടു സി. അതായത് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് സെഡ്, ഇവിടെ സ്ക്വയർ ഇല്ലാതെ വരുന്ന, ഈക്വൽ ടു സി എന്നുള്ള ഒരു ഫോമിൽ വരികയാണെന്നുണ്ടെങ്കിൽ ഇത് എന്തിൻ്റെ ഇക്വേഷനാണ്? പരാബോളോയിഡ്. പരാബോളോയിഡിൻ്റെ പിക്ചർ വരുന്നത് ഇങ്ങനെയാണ്. പരാബോളോയിഡ് ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഈ ഇക്വേഷന് നമുക്ക് തന്നിട്ടുള്ള സെഡ് ഇസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് വൈ ഈക്വൽ ടു 100 മൈനസ് എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ എന്നുള്ളത് എന്താണ്? അപ്പോൾ ഇതൊരു ഗ്രാഫാണ്, 3Dയിൽ വരുന്ന ഗ്രാഫാണ്. ഇപ്പോൾ നമുക്ക് കിട്ടി. അപ്പോൾ നമ്മളുടെ ഫസ്റ്റ് കണ്ടീഷൻ നമ്മൾ എന്തായിരുന്നു വന്നത്? ദ ഗ്രാഫ് ഓഫ് എഫ് ഓഫ് എക്സ് വൈ ഈസ് എ സർഫേസ് ഇൻ 3D അല്ലേ? ഗ്രാഫ് ഓഫ് എഫ് ഓഫ് എക്സ് വൈ എന്താണ്? ഇവിടെ സർഫേസ് ആണ്. അതായത് ഇവിടെ എന്താണ്? പരാബോളോയിഡ് ആണ്. ഇൻ 3D, 3 ഡയമെൻഷനിലുള്ള ഒരു പരാബോളോയിഡ് ആണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇനി ഇതിൻ്റെ ലെവൽ കർവ്സ് നമുക്ക് വരച്ച് നോക്കാം. ലെവൽ കർവ്സ് വരക്കാൻ ഞാൻ എന്താ പറഞ്ഞത്? എഫ് ഓഫ് എക്സ് വൈ ഈസ് ഈക്വൽ ടു സി. ആ സി എന്നുള്ളത് നമ്മൾ ചൂസ് ചെയ്യുന്നതാണ്. ആ സി നമുക്ക് ഓരോ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് കൊടുത്തിട്ട് എങ്ങനെയാണ് ഈ ഒരു പരാബോളോയിഡിന്റെ ലെവൽ കർവ്സ് വരുന്നത് എന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ഫസ്റ്റത്തെ ലെവൽ കർവ് നോക്കാം. നമുക്ക്
നമുക്ക് z is equal to f of xy equal to 100 minus x square minus y square ആണല്ലേ. അപ്പം ഞാൻ സപ്പോസ് ഇവിടെ f of xy equal to 0 എന്നെടുത്തു. ഫസ്റ്റ് ലെവൽ കർവ് f of xy equal to c ഞാൻ ചൂസ് ചെയ്തത് എന്താണ്? 0. അങ്ങനെയാണെങ്കിൽ ഇവിടെ z is equal to 0 ആണ് അല്ലേ. z is equal to f of xy equal to 0. അപ്പം നമുക്ക് ഇതിന് എന്ത് എഴുതാം? 100 minus x square minus y square is equal to 0. Which implies ഇതെന്ത് വരും? x square plus y square equal to 10 square. 100 എന്ന് പറഞ്ഞാൽ 10 square. അപ്പോൾ ഇത് എന്തിൻ്റെ ഇക്വേഷൻ ആണ്? സർക്കിളിൻ്റെ ഇക്വേഷൻ അല്ലേ. It is a circle with center എന്താണ്? Center 0 0 and radius 10. സെൻറ്റർ 0യും റേഡിയസ് 10ഉം ആയിട്ടുള്ള സർക്കിളാണിത്. അപ്പോൾ ഇത് നമ്മളുടെ എഫ് ഓഫ് എക്സ് വൈ z is equal to f of xy എന്നുള്ളതിൻ്റെ ലെവൽ കർവ് ആണ്. പരാബോളോയിഡ് എങ്ങനെയാണ് വരച്ചിരുന്നത്? ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ കിട്ടിയത് എന്താണ്? സെൻറ്റർ 0 അല്ലെ, സെൻറ്റർ 0യും റേഡിയസ് 10ഉം. അപ്പോൾ ഇതെന്താണ്? എഫ് ഓഫ് എക്സ് വൈ ഈക്വൽ ടു 0 എന്നുള്ള ലെവൽ കർവാണ്. ഇതെന്താണ്? സർക്കിൾ വിത്ത് സെൻറ്റർ 0 ആൻഡ് റേഡിയസ് 10. ഇനി ഇതുപോലെ നെക്സ്റ്റ് നോക്കാം. z is equal to 51. z is equal to 51. അതായത് എഫ് ഓഫ് എക്സ് വൈ ഈക്വൽ ടു 51. 51 ചൂസ് ചെയ്തത് നമുക്ക് കറക്റ്റായിട്ട് ഇവിടെ ആൻസർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് 51 ടെക്സ്റ്റിലുള്ളത് അതുപോലെ ചൂസ് ചെയ്തെന്നുള്ളൂ. നമുക്ക് അതിനനുസരിച്ചിട്ട് നോക്കിയിട്ട് ചൂസ് ചെയ്താൽ മതി. ഇവിടെ നോക്കൂ, 51 കൊടുക്കുമ്പോൾ എന്ത് വരും? z is equal to 51. അതായത് എഫ് ഓഫ് എക്സ് വൈ ഈക്വൽ ടു 51 ആകുമ്പോൾ ഇതെന്ത് വരും? 100 മൈനസ് എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ ഈക്വൽ ടു 51. അപ്പോൾ നമുക്കിതിന് എന്ത് വരും? എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ ഈക്വൽ ടു 51 മൈനസ് 100 എന്ന് വരും അല്ലേ. അതായത് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു 49 എന്ന് വരും. എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു 7 സ്ക്വയർ എന്ന് വരും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? എക്സും വൈയും സെൻറ്റർ 0 0 ആയിട്ടും റേഡിയസ് 7ഉം ആയിട്ടുള്ള ഒരു സർക്കിൾ കിട്ടി. അപ്പോൾ അതെന്തായിരിക്കും? ഇതിൻ്റെ ഉള്ളിലായിരിക്കും അല്ലേ. കാരണം സെൻറ്റർ 0 0 റേഡിയസ് 7 എന്ന് പറയുമ്പോൾ കുറച്ച് ഇപ്പുറത്ത് വരും 7 ആകുമ്പോൾ. അപ്പോൾ നമുക്ക് എന്ത് വരും? ഇതിൻ്റെ ഉള്ളിൽ വീണ്ടും ഒരു സർക്കിൾ വരും. അപ്പോൾ അതെന്താണ്? ഇതിൻ്റെ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് വൈ ഇസ് ഈക്വൽ ടു 100 മൈനസ് എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ എന്നുള്ള പരാബോളോയിഡിൻ്റെ ഒരു ലെവൽ കർവ്, നെക്സ്റ്റ് ലെവൽ കർവ് കിട്ടി. ഇതിപ്പോൾ നമ്മൾ 51 ചൂസ് ചെയ്തത് ഇവിടെ നമുക്ക് കറക്റ്റ് ആൻസർ 49 വരുമ്പോൾ കറക്റ്റ് ഒരു സ്ക്വയർ ടേം കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ 51 ചൂസ് ചെയ്തത്. ഇനി അതുപോലെ 75 നോക്കാം. അപ്പോൾ z is equal to 75 കൊടുക്കും. z is equal to 75 ആകുമ്പോൾ എന്ത് വരും? എഫ് ഓഫ് എക്സ് വൈ that is equal to 75 അല്ലേ. അപ്പോൾ എന്ത് വരും? 100 മൈനസ് എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ ഈക്വൽ ടു 75. that is മൈനസ് എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ ഇസ് ഈക്വൽ ടു 75 മൈനസ് 100 എന്ന് പറഞ്ഞാൽ മൈനസ് 25. that is എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഇസ് ഈക്വൽ ടു 5 സ്ക്വയർ എന്ന് വരും. അപ്പോൾ വീണ്ടും എന്ത് കിട്ടി? ഇതിൻ്റെ അകത്തായിട്ട് നമുക്ക് എന്ത് കിട്ടും? ഒരു സെൻറ്റർ 0 0യും ആൻഡ് റേഡിയസ് 5ഉം ആയിട്ടുള്ള ഒരു സർക്കിളാണ് വരിക. അപ്പോൾ സെൻറ്റർ 0 0 റേഡിയസ് 5 എന്ന് പറയുമ്പോൾ ഇവിടെയാണ് നമ്മളുടെ നെക്സ്റ്റ് ലെവൽ വരും. അപ്പോൾ ഈ ഉള്ളിലുള്ള ഈ ഒരു പോർഷനാണ് എന്തിപ്പോൾ എഫ് ഓഫ് എക്സ് വൈ ഈക്വൽ ടു 75. അപ്പോൾ നമുക്ക് ഇങ്ങനെ വരക്കാം. അതുപോലെ ഇവിടെ നോക്കൂ, z is equal to 51 ആണ് നമ്മൾ ചൂസ് ചെയ്തത് അല്ലേ. ഇപ്പോൾ ഇവിടെ നമ്മൾ എക്സ് വൈ പ്ലെയിനിൽ 3D പ്ലെയിൻ തന്നെയാണ് ഇങ്ങനെ വരച്ചു. പക്ഷെ നമ്മൾ ഇനി ഇതിനെ z is equal to 51, ഫസ്റ്റ് കേസ് എന്തായിരുന്നു? z is equal to 0 ആണ് നമ്മൾ എടുത്തത്. z is equal to 0 ആയപ്പോൾ നമുക്ക് സെൻറ്റർ 0 0യും റേഡിയസ് 10ഉം കിട്ടി. അപ്പോൾ നമ്മൾ ലെവൽ കർവ് വരച്ചു. പിന്നെ z is equal to 51 ആയി. അപ്പോൾ നമ്മൾ z, അതായത് ഇപ്പോൾ ഇതാണ് നമ്മളുടെ z ആക്സിസ്. ഇവിടെ എക്സും ഇങ്ങോട്ട് വൈയും ഉണ്ടെന്നുണ്ടെങ്കിൽ
അങ്ങനെ വരക്കുകയെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് വരും, സെഡിൽ നമ്മൾ എന്തെടുക്കണം, 51 എടുക്കണം, സെഡിൽ 75 എടുക്കണം. അതിനുശേഷം വേണം നമ്മൾ എന്ത് ചെയ്യാൻ, നമ്മളുടെ ഈ ഒരു കർവ് വരച്ചു കൊടുക്കാൻ. ക്ലിയർ ആയോ? അതായത് അതിനൊന്ന് മാറ്റി വരക്കാം. അപ്പൊ നമുക്കൊന്ന് പിക്ചറൈസ് ചെയ്ത് നോക്കാം. ഇവിടെ നേരത്തെ നമ്മൾ വരച്ചപ്പോൾ 2Dയിലാണ്, 3 ഡയമെൻഷനിലാണെന്നുണ്ടെങ്കിലും അവിടെ സെഡ് എന്തായിരുന്നു, 0 ആയിരുന്നു, ആ കേസായിരുന്നു. പക്ഷെ ഇവിടെ നമുക്ക് സെഡിന് നമ്മൾ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതിനനുസരിച്ച്, വാല്യൂ ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് ഇവിടെ വ്യത്യാസം വരും അല്ലേ. ഇവിടെ നമ്മളുടെ ഗ്രാഫ് ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഇതാണ് നമ്മളുടെ പരാബോളോയിഡ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഫസ്റ്റ് കേസ് ശരിയായിരുന്നു, z=0 ആകുമ്പോൾ ഇത് XYZ പ്ലെയിൻ ആണെന്നുണ്ടെങ്കിൽ z=0 ആയപ്പോൾ ഫസ്റ്റ് എന്തായിരുന്നു, R10 റേഡിയസ് 10 ആയിട്ടുള്ള സർക്കിൾ നമുക്ക് കിട്ടി. ഇനി z 75 51 ആവുകയാണെന്നുണ്ടെങ്കിൽ, സപ്പോസ് z 75, ഇവിടെയാണ് 75 z-ന്റെ വാല്യൂ എന്ന് വിചാരിക്കും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ z-നും ഇപ്പോൾ നമ്മൾ XYക്ക് വാല്യൂ എടുക്കുന്ന പോലെ തന്നെ z-നും എന്തുണ്ടായിരിക്കും, വാല്യൂസ് ഉണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് z-ന്റെ 75 ഇവിടെയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അവിടെ നമുക്ക് എന്താ വരുന്നത്, റേഡിയസ് 5ഉം സെൻറ്റർ 0 0 ആയിട്ടുള്ള സർക്കിളാണ് അല്ലേ. അതായത് നമുക്ക് എങ്ങനെ വരക്കാം, ഇങ്ങനെ ഇതിൻ്റെ അകത്തായിട്ട് നമുക്ക് എന്ത് വരികയാണ്, ഒരു പ്രൊജക്ഷൻ വരികയാണ്, x² + y² = 25. അത് z നമ്മൾ എന്ത് ചെയ്തു, 51 ചൂസ് ചെയ്തു. അങ്ങനെ ആകുമ്പോൾ z എന്തായിരിക്കും, f(x, y) = 51, z 51 എന്നുള്ള പ്ലെയിൻ ആണ് അത്. അപ്പോൾ f(x, y) = 51 കിട്ടും. അത് നമുക്ക് 7². ഇതിൻ്റെ ഇടയിൽ ഇപ്പോൾ നമുക്ക് എന്ത് വരും, ഇവിടെ z 7 റേഡിയസ് ആയിട്ടുള്ള ഒരു സർക്കിൾ ആയിരിക്കും ഇതിൻ്റെ ഉള്ളിൽ വരിക. ഇതാണ് എന്ത് വരിക, x² + y² = 7² എന്നുള്ള അടുത്ത സർക്കിൾ വരും. അപ്പോൾ ഇതൊക്കെ എന്താണ് ഇതിൻ്റെ. ഇനി ഫങ്ഷൻസ് ഓഫ് 2 or more വേരിയബിൾസ് നോക്കാം. ഫങ്ഷൻസ് ഓഫ് 3 or more വേരിയബിൾസ് എന്ന് പറഞ്ഞാൽ w = f(x, y, z). ഇവിടെ നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ് അല്ലേ. ഇവിടെ നമ്മൾ എടുക്കുന്ന വാല്യൂസ്, അതായത് നമ്മൾ ഡൊമൈന് എന്തായിരിക്കണം, നേരത്തെ നമ്മൾ എന്തായിരുന്നു, പ്ലെയിൻ ആയിരുന്നു പറയുന്നത്, XY പ്ലെയിൻ ആയിരുന്നു, എൻ്റെ പ്ലെയിൻ ആയിരുന്നു. ഇവിടെ എന്ത് വരും, സ്പേസ് വരും അല്ലേ. കാരണം എന്താണ്, ഇവിടെ 3 വേരിയബിൾ ഉണ്ട്. അപ്പോൾ നമുക്ക് സ്പേസ് ആയിരിക്കും, XYZ എന്നുള്ള സ്പേസ് ആണ് എന്ത് വരുന്നത്, നമ്മളുടെ ഡൊമൈൻ വരുന്നത്. അപ്പോൾ ഇവിടെ അതുപോലെ തന്നെ XYZ എന്ന് പറഞ്ഞാൽ ഇൻഡിപെൻഡൻറ്റ് വേരിയബിളും, Z എന്ന് പറയുന്നത് W എന്ന് പറയുന്നത് അതിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന വേരിയബിളും ആയിരിക്കും. ഇനി ഇവിടെ ലെവൽ സർഫേസ് എന്ന് പറഞ്ഞാൽ ലെവൽ കർവ് അല്ല നമ്മൾ പറയുന്നത്, ലെവൽ സർഫേസ് ആണ്, ലെവൽ സർഫേസ്. അപ്പോൾ ഫൈൻഡ് ദ ലെവൽ സർഫേസ് 3Dയിൽ 3 more വേരിയബിൾസിൻ്റെ ആണെന്നുണ്ടെങ്കിൽ ഫൈൻഡ് ദ ലെവൽ സർഫേസ് ഓഫ് എന്നാണ് ചോദിക്കുക. ലെവൽ സർഫേസ് എന്ന് പറഞ്ഞാൽ f(x, y) നമ്മൾ w = f(x, y, z) എന്നുള്ളതിൻ്റെ ലെവൽ സർഫേസ് എന്ന് പറയണമെന്നുണ്ടെങ്കിൽ എന്തായിരിക്കണം, f(x, y, z) = c എന്നായിരിക്കണം. അപ്പോൾ നമ്മൾ ഇതിനെ എന്താ വിളിക്കുക, ലെവൽ കർവ് എന്നല്ല, ലെവൽ സർഫേസ്. അപ്പോൾ നമുക്ക് ലെവൽ സർഫേസിന് ഒരു എക്സാമ്പിൾ നോക്കാം. ഡിസ്ക്രൈബ് ദ ലെവൽ സർഫേസ് ഓഫ് ദ ഫംഗ്ഷൻ f(x, y, z) = x² + y² / z. ഇതിൻ്റെ ലെവൽ സർഫേസ് ആണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. ലെവൽ സർഫേസ് എന്ന് പറഞ്ഞാൽ 3 or more വേരിയബിൾസ് ഉണ്ടാവും. ഇവിടെ ഉണ്ട് അല്ലേ, XYZ എന്നുള്ള സ്പേസിലുള്ള വേരിയബിൾസ് ആണ് വരുന്നത്, x² + y² / z. അപ്പോൾ നമുക്ക് ഇതിനെങ്ങനെ എഴുതാം, ഫസ്റ്റ് നമ്മൾ c 0 അല്ലാത്ത കേസ് നോക്കാം. ഫോർ c not equal to 0, c 0 അല്ലാത്ത കേസിൽ f(x, y, z) = 0, c എന്നാണ്. c നമുക്ക് 0 ചൂസ് ചെയ്യാം. c 0 അല്ലാത്ത കേസ് നോക്കാം. അപ്പോൾ എന്ത് വരും, ഇത് അല്ലേ, അതായത് x² + y² / z = c എന്ന് വരും. വിച്ച് ഇംപ്ലൈസ് x² + y² = zc. ഇത് എന്തിൻ്റെ ഇക്വേഷൻ ആണ്, ഇക്വേഷൻ ഓഫ് പരാബോളോയിഡ് ഇൻ 3 സ്പേസ്. ഇനി നെക്സ്റ്റ് വരുന്നതാണ് പാർഷ്യൽ ഡെറിവേറ്റീവ്സ്. അപ്പോൾ ഇതാണ് ഈ ഒരു ചാപ്റ്ററിൽ ഇനി മെയിൻ ആയിട്ട് നമ്മൾ തുടങ്ങുന്നത്. ഇതൊക്കെ ജസ്റ്റ് 2 വേരിയബിൾ എന്താണ്, 3 വേരിയബിൾ എന്താണെന്നുള്ളത് നമ്മളൊരു ഇൻട്രൊഡക്ഷൻ പറഞ്ഞതേ ഉള്ളൂ.
ഇതത്ര ഇമ്പോർട്ടൻ്റ് ഒന്നുമല്ല. ഫങ്ഷൻസ് ഓഫ് 2 ഓർ മോർ വേരിയബിൾസ് എന്നുള്ളത് നമ്മൾ പഠിച്ച കാര്യം തന്നെയാണ്. അപ്പോൾ അത് നമ്മളൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തെന്നുള്ളൂ. ഫങ്ഷൻസ് എക്സും വൈയിലും സെറ്റിലും വരുന്നത്. ഇനിയാണ് നമ്മൾ പാർഷ്യൽ ഡെറിവേറ്റീവ്സിലേക്ക് കടക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫങ്ഷൻസ് ഓഫ് 2 ഓർ മോർ വേരിയബിൾസിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഇനി പാർഷ്യൽ ഡെറിവേറ്റീവ്സ് എന്താണെന്ന് നോക്കാം. പാർഷ്യൽ ഡെറിവേറ്റീവ്സ് എന്താണെന്ന് നോക്കാം. സപ്പോസ് എഫ് ഈസ് എ ഫങ്ഷൻ ഓഫ് 2 വേരിയബിൾ ഓർ 3 വേരിയബിൾ, 3 ഓർ മോർ വേരിയബിൾസ്. ഫങ്ഷൻ 2 വേരിയബിളിലോ അല്ലെങ്കിൽ 3 വേരിയബിളിലോ ആയിരിക്കുമ്പോൾ നമുക്ക് ഡിഫറൻറ്റ് റേറ്റ് ഓഫ് ചേഞ്ച് ഉണ്ടായിരിക്കും അല്ലെ. ഓരോ ഡയറക്ഷനിലും എക്സും വൈയും സെഡും, അതായത് ഇത് മൂന്ന് എന്താണ് നമ്മൾ പറഞ്ഞു, ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസ് ആണ് അല്ലേ. അപ്പം എന്ന് പറഞ്ഞാൽ ഇവിടെ എക്സ് വൈ പ്ലെയിനോ അല്ലെങ്കിൽ എക്സ് വൈ സെറ്റ് എന്നുള്ള സ്പേസോ ആവാം. അപ്പോൾ ആ ഡൊമെയിനിൽ നമ്മൾ ഈ ഫംഗ്ഷന് ഡിഫറൻറ്റ് റേറ്റ് ഓഫ് ചേഞ്ച് ഉണ്ടായിരിക്കും അല്ലേ. ഡിഫറെൻറ്റ് ഡയറക്ഷനിൽ ഡിഫറെൻറ്റ് ചേഞ്ച് ഉണ്ടായിരിക്കും. ഡിഫറെൻറ്റ് ഡയറക്ഷനിൽ ഡിഫറെൻറ്റ് ചേഞ്ച് ഉണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് സാധാരണ നമ്മൾ ഡെറിവേറ്റീവ്സ് പറയുന്ന പോലെ സെറ്റ് വൈ ഈസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ്, ഇവിടെ ഒറ്റൊരു വേരിയബിൾ ആയിരുന്നു വൈ ഈസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ്. അപ്പോൾ നമ്മൾ ഇതിനെ എന്ത് ചെയ്തു, ഇതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ എന്ത് ചെയ്തു, ഡി വൈ ബൈ ഡി എക്സ് വിത്ത് റെസ്പെക്ട് ടു എക്സിൽ ഡിഫറൻഷ്യേറ്റ് ചെയ്യുക ചെയ്തത്. അപ്പോൾ നമുക്ക് ഒരു ഡയറക്ഷൻ ഒരൊറ്റ വാല്യൂകൾ നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തത് അതിനെന്ത് ചെയ്യുന്നു, ഒരു ഡയറക്ഷനിൽ ഒരു ചേഞ്ച് വരുത്തിയിരുന്നു. പക്ഷെ ഇവിടെ 2 ഓർ മോർ വേരിയബിൾസ് ഉണ്ടാകുന്നതുകൊണ്ട് തന്നെ ഡൊമെയിനിലെ ഓരോ വാല്യൂസിനും ഓരോ ഡയറക്ഷൻ അനുസരിച്ചിട്ട് ഓരോ റേറ്റ് ഓഫ് ചേഞ്ച് വ്യത്യാസപ്പെട്ടുകൊണ്ടേയിരിക്കും അല്ലേ. അപ്പോൾ നമ്മളിവിടെ യൂസ് ചെയ്യുന്ന മെത്തേഡാണ് പാർഷ്യൽ ഡെറിവേറ്റീവ്സ്. പാർഷ്യൽ ഡെറിവേറ്റീവ്സ് നമുക്ക് പാർഷ്യൽ ഡെറിവേറ്റീവ്സ് ഓഫ് സെറ്റ് ഇസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് വൈ എങ്ങനെയാണെന്ന് നോക്കാം. സാധാരണ നമ്മൾ ഡെറിവേറ്റീവ് എങ്ങനെയാണ് പറയാറുള്ളത്, y is equal to f of x ൻ്റെത് എങ്ങനെയാണ് പറയാറുള്ളത്, dy by dx is equal to limit delta x tends to 0 അല്ലേ, limit delta x tends to 0 f of x plus delta x minus f of x divided by delta x. ഇവിടെ ഡെൽറ്റ എക്സിൻ്റെ വാല്യൂ 0യിലേക്ക് പോകുന്തോറും നമുക്ക് ഇവിടെ f of x plus delta x minus f of x divided by delta x നമ്മളുടെ റേറ്റ് ഓഫ് ചേഞ്ച് ആയിട്ട് മാറുന്നു പറഞ്ഞിരുന്നു. അപ്പോൾ ഇവിടെ അതുപോലെ തന്നെ എക്സ് വൈ സെഡ് അങ്ങനെ ഒരുപാട് ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ ഉണ്ടാകുന്നതുകൊണ്ട് തന്നെ ഓരോ ഡൊമെയിനിലെ ഓരോ വാല്യൂസിനും നമുക്ക് ഡിഫറെൻറ്റ് ഡയറക്ഷൻസ് ഡിഫറെൻറ്റ് ഡയറക്ഷൻസിനനുസരിച്ച് ഡിഫറെൻറ്റ് റേറ്റ് ഓഫ് ചേഞ്ച് ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഓരോന്നിനെയും ഡിഫറൻഷ്യേറ്റ് ചെയ്യണം, അതായത് ഓരോന്നിനെയും പാർഷ്യലി ഡിഫറൻഷ്യേറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ നമുക്ക് ഇവിടെ if z is equal to f of x y ഇതിനെ നമ്മൾ ആദ്യം എന്ത് ചെയ്യാം, പാർഷ്യൽ ഡെറിവേറ്റീവ് ഓഫ് z വിത്ത് റെസ്പെക്ട് ടു എക്സും ചെയ്യണം, അതുപോലെ തന്നെ പാർഷ്യൽ ഡെറിവേറ്റീവ് ഓഫ് z വിത്ത് റെസ്പെക്ട് ടു y യുടെ പാർഷ്യൽ ഡെറിവേറ്റീവ് ഓഫ് z വിത്ത് റെസ്പെക്ട് ടു എക്സ് നോക്കാം. ഇതെങ്ങനെയാണ് വരിക, നമ്മളിതിനെ പാർഷ്യൽ ഡെറിവേറ്റീവ്സിനെ എങ്ങനെ ഡിനോട്ട് ചെയ്യാറുള്ളത്, ഡോ സെഡ്, ഇവിടെ സെഡ് ആണ് വിത്ത് റെസ്പെക്ട് ടു എക്സിലാണ് ചെയ്യുന്നത്, ഡോ സെഡ് ബൈ ഡോ എക്സ് ദാറ്റ് ഈസ് ഈക്വൽ ടു ലിമിറ്റ് ഡെൽറ്റ എക്സ് ടെൻസ് ടു 0, കാരണം നമ്മൾ വിത്ത് റെസ്പെക്ട് ടു എക്സിലാണ് ചെയ്യുന്നത്, ഡെൽറ്റ എക്സ് ടെൻസ് ടു 0 എഫ് ഓഫ് എക്സ് പ്ലസ് ഡെൽറ്റ എക്സ്, നമ്മളുടെ മറ്റേ വേരിയബിൾ ഏതാണ്, വൈ അല്ലെ, വൈ minus xy divided by delta x. അപ്പോൾ നമ്മൾ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് ഓഫ് z ആണ്, z-നെ പാർഷ്യലി ആണ് ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, y-നെ ഇതിൻ്റെ ഡയറക്ഷനിലുള്ളതിന് ആദ്യം അത് ചേഞ്ച് കൊണ്ടുവന്നു, അതായത് y-നെ അവിടെ നിർത്തിയിട്ട് എന്ത് ചെയ്തു, ഡോ z ബൈ ഡോ എക്സിനെ x delta x tends to 0 x plus delta x y minus f of x y divided by delta x. ഇനി അതുപോലെ പാർഷ്യൽ ഡെറിവേറ്റീവ് ഓഫ് സെറ്റ് വിത്ത് റെസ്പെക്ട് ടു y എന്താ ഇപ്പോൾ വരിക, വിത്ത് റെസ്പെക്ട് ടു y ആണെന്നുണ്ടെങ്കിൽ ഡോ z ബൈ ഡോ y is equal to limit delta y tends to 0 f of x plus f of ഇവിടെ എന്ത് വരും, f of x y plus delta y
വൈയിലാണ് ചേഞ്ച് വരുന്നത്. വൈ പ്ലസ് ഡെൽറ്റ വൈ മൈനസ് എഫ് ഓഫ് എക്സ് വൈ ഡിവൈഡഡ് ബൈ ഡെൽറ്റ വൈ. നമുക്ക് എന്ത് ചെയ്യാം, പാർഷ്യൽ ഡെറിവേറ്റീവ്സ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് എന്ത് ചെയ്യാം, സെഡിനെ എക്സ് വിത്ത് റെസ്പെക്ട് ടു എക്സിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യുക, പിന്നെ വിത്ത് റെസ്പെക്ട് ടു വൈയിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യുക. നമ്മൾ ഡോ എന്നാണ് ഇതിനെ ഡിനോട്ട് ചെയ്യുക, ഡോ സെഡ് ബൈ ഡോ വൈ, ഡോ സെഡ് ബൈ ഡോ എക്സ്. ഇവിടെ സെഡ് എന്ന് പറഞ്ഞാൽ എഫ് ആണ്, അപ്പോൾ നമുക്ക് ഇതിനെ എങ്ങനെ ഡിനോട്ട് ചെയ്യാം, സെഡ് ഇസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് വൈ ആണ്. അപ്പോൾ നമുക്ക് ഒന്നുകിൽ ഡോ സെഡ് ബൈ ഡോ എക്സ് എന്ന് എഴുതാം, അല്ലെങ്കിൽ ഡോ എഫ് ബൈ ഡോ എക്സ് എന്ന് എഴുതാം. സെഡും എഫും സെഡ് ഇസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് വൈ ആവുന്നതുകൊണ്ട് തന്നെ ഡോ സെഡ് ബൈ ഡോ എക്സ്, ഇതിനെ നമുക്ക് സെഡ് എക്സ് എന്ന് എഴുതാം, ഓർ ഇതിനെ എഫ് എക്സ് എന്ന് എഴുതാം. അല്ലെങ്കിൽ എന്ത് എഴുതാം, ഡോ സെഡ് ബൈ ഡോ വൈ വിത്ത് റെസ്പെക്ട് ടു വൈയിലാണെന്നുണ്ടെങ്കിൽ അപ്പോൾ ഇത് എന്ത് വരും, ഈക്വൽ ടു സെഡ് വൈ, ഓർ ഡോ എഫ് ബൈ ഡോ വൈ, എഫ് വൈ. ഇനി നമുക്കൊരു പ്രോബ്ലം നോക്കാം. ഇത് വെച്ചിട്ട് പാർഷ്യൽ ഡെറിവേറ്റീവ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഒരു പ്രോബ്ലം ആണ്. If z is equal to 3x cube y plus 4xy square minus 2x plus 4y minus y, find dou z by dou x and dou z by and dou z by dou y. അപ്പോൾ നമുക്ക് എങ്ങനെ നോക്കാം, z is equal to 3x cube y plus 4xy square minus 2x plus 4y minus y 5. നമുക്ക് ഫസ്റ്റ് ഡോ z by dou x കാൽക്കുലേറ്റ് ചെയ്യാം. ഇതെങ്ങനെ ചെയ്യും, ഡിഫറൻഷിയേറ്റിംഗ് z വിത്ത് റെസ്പെക്ട് ടു x. അപ്പോൾ നമ്മൾ വൈനെ എന്ത് ചെയ്യണം, വൈനെ കോൺസ്റ്റന്റ് ആക്കണം അല്ലേ. എക്സിലാണ് ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നതെങ്കിൽ വൈ എന്തായിരിക്കും, ഇവിടെ കോൺസ്റ്റന്റ് ആയിരിക്കും. അപ്പം നമുക്ക് ഡോ ബൈ ഡോ എക്സ് ഓഫ് സെറ്റ് എന്താണ്, 3x ക്യൂബ് വൈ പ്ലസ് 4xy സ്ക്വയർ മൈനസ് 2x പ്ലസ് 4y മൈനസ് 5 ഈക്വൽ ടു, ഫസ്റ്റ് നമ്മൾ എക്സിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ 3 ഇൻറ്റു എക്സ് ക്യൂബിൻ്റെ എന്താ വരിക, 3x സ്ക്വയർ, വൈ ഇവിടെ കോൺസ്റ്റന്റ് ആണ് അല്ലേ, പ്ലസ് 4 ഇൻറ്റു എക്സിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ 1 വരും, ഇൻറ്റു വൈ സ്ക്വയർ മൈനസ് 2 പ്ലസ് ഇവിടെ വൈ കോൺസ്റ്റന്റ് ആണ് അല്ലേ. വൈ കോൺസ്റ്റന്റ് ആകുമ്പോൾ ഇവിടെ ഡോ സെഡ് ബൈ ഡോ എക്സ് എന്ന് പറഞ്ഞാൽ വൈ എന്താണ്, ഇവിടെ കോൺസ്റ്റന്റ് ആണ്, വൈ കോൺസ്റ്റന്റ് ആണ്. അപ്പോൾ നമുക്ക് 4y എന്തായി പോകും, 0 ആയി പോകും അല്ലേ. ഇവിടെ 4y എന്ന് എഴുതരുത്, 4y എന്താകും, 0 ആകും. കാരണം വൈ കോൺസ്റ്റന്റ് ആണെന്നുണ്ടെങ്കിൽ 4ഉം y ഉം 0 ആണ്. 4ഉം y-ൻ്റെയും ഡെറിവേറ്റീവ് എന്താണ് വരിക, 0 ആണ് വരിക. അപ്പോൾ അത് 0 ആയി പോയി. മൈനസ് 5 എന്ന് പറഞ്ഞാൽ കോൺസ്റ്റന്റ് ആണ്, അതിൻ്റെയും ഡെറിവേറ്റീവ് എന്താണ്, 0 ആണ്. അപ്പോൾ ഈക്വൽ ടു 9x സ്ക്വയർ വൈ പ്ലസ് 4y സ്ക്വയർ മൈനസ് 2. അപ്പോൾ ഇതാണ് എന്ത് വരിക, ഡോ സെഡ് ബൈ ഡോ എക്സ് വരിക. ഇനി അതുപോലെ ഡോ സെഡ് ബൈ ഡോ വൈ കാൽക്കുലേറ്റ് ചെയ്യാം. ഡോ സെഡ് ബൈ ഡോ വൈ ഇസ് ഈക്വൽ ടു ഡോ ബൈ ഡോ സെഡ് ഓഫ് വൈ എന്ന് പറഞ്ഞാൽ 3x ക്യൂബ് വൈ പ്ലസ് 4xy സ്ക്വയർ മൈനസ് 2x പ്ലസ് 4y മൈനസ് 5 ഇസ് ഈക്വൽ ടു, ഇവിടെ എന്താണ്, എക്സ് കോൺസ്റ്റന്റ് ആണ് അല്ലേ. ഡോ സെഡ് ബൈ ഡോ വൈ എന്ന് പറഞ്ഞാൽ എക്സ് കോൺസ്റ്റന്റ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യണം. അതായത് 3x ക്യൂബ് അല്ലേ, 3x ക്യൂബ് വൈ എന്താ വരിക, 1 അല്ലേ. 3x ക്യൂബ് ഇൻറ്റു വൈ എന്ന് പറഞ്ഞാൽ അതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ പാർഷ്യലി ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ 1 വരും, പ്ലസ് 4x കോൺസ്റ്റന്റ് ആണ്, 4x ഇൻറ്റു വൈ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 2y മൈനസ് 2x ഉണ്ട് അല്ലേ. 2x എന്ന് പറഞ്ഞാൽ ഇവിടെ എക്സ് കോൺസ്റ്റന്റ് ആണ്, എക്സ് കോൺസ്റ്റന്റും 2 കോൺസ്റ്റന്റ് ആകുമ്പോൾ അതിൻ്റെ ഡെറിവേറ്റീവ് എന്ത് വരും, 0 വരും. അപ്പോൾ അത് 0 ആയി പോയി. പ്ലസ് 4y എന്ന് പറഞ്ഞാൽ 4 ഇൻറ്റു 1 അല്ലേ, വൈൻ്റെ ഡെറിവേറ്റീവ് 1, 4 ഇൻറ്റു 1 മൈനസ് 5 എന്ന് പറഞ്ഞാൽ അത് 0 ആയി പോയി. അപ്പോൾ എന്ത് വരും, 3x ക്യൂബ് പ്ലസ് 8xy പ്ലസ് 4. ഇതാണ് എന്ത് വരിക, ഡോ സെഡ് ബൈ ഡോ വൈ വരും. ഇത്രയും ക്ലിയർ ആയില്ലേ. അപ്പോൾ നമ്മൾ പാർഷ്യൽ ഡെറിവേറ്റീവ്സിൽ 2 പ്രോബ്ലം ആണ് ഇപ്പോൾ ചെയ്തത്. ഡോ സെഡ് ബൈ
Z is equal to 3x cube y plus 4xy square minus 2x plus 4y minus 5. അതിൽ ഡോ സെഡ് ബൈ ഡോ എക്സ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യുക, ഇവിടെ വൈനെ കോൺസ്റ്റൻ്റ് ആക്കുക. ഡോ സെഡ് ബൈ ഡോ വൈ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എക്സ് കോൺസ്റ്റൻ്റ് ആക്കുക. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഇതിന് -2x തന്നെ എഴുതരുത്. ഇവിടെ ഒരു വൈയും കൂടി ഉണ്ടെങ്കിലുള്ളൂ -2x എന്ന് എഴുതാൻ പറ്റുക. ഇവിടെ ഇതെന്തായി പോകും, -2x 0 ആയി പോകും.